മനു, ഒരു കാര്യം കൂടി, എന്തുകൊണ്ട് 5 മാസം വൈകിയുള്ള ഈ പ്രഖ്യാപനം എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. നേരത്തെ മോഹൻ വർഗീസൊക്കെ സൂചിപ്പിച്ചതുപോലെ ശത്രുരാജ്യത്തിൻ്റെ ഏറ്റവും സുരക്ഷിത ഇടത്തേക്കും ഞങ്ങൾക്ക് കടന്നു കയറാൻ കഴിയും എന്ന ഒരു ഓർമ്മപ്പെടുത്തലും ഒരു പ്രഖ്യാപനവുമാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ. പക്ഷേ എന്തുകൊണ്ട് അത് 5 മാസം വൈകി എന്നൊരു ചോദ്യമുണ്ട്. സാധാരണ ഇത്തരം യുദ്ധമുഖത്ത് തങ്ങളുടെ ശത്രുവിൽ ഒരു പ്രധാനിയെ കൊലപ്പെടുത്തുമ്പോൾ അത് തുടക്കത്തിൽ തന്നെ അവകാശവാദം ഉന്നയിക്കാറുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ഒരു തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു 5 മാസം വൈകൽ ഉണ്ടായത്? അല്ല, സ്വാഭാവികമായും ഒരു കൊലപാതകം നടന്നു കഴിയുമ്പോൾ അത് ഒരു ഏറ്റുമുട്ടലിൽ മരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് ചെന്ന് ആക്രമണം നടത്തി അവിടെ ഉള്ള ഒരു പ്രതിനിധിയെ കൊല്ലുക എന്നത്. കാരണം ഖത്തറിൽ നിന്ന് ടെഹ്റാനിലേക്ക് എത്തുകയാണ് ഇസ്മായിൽ ഹാനിയ. അത് എത്തുന്നത് ഒരു നിസ്സാര കാര്യത്തിനല്ല. അവിടുത്തെ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇസ്മായിൽ ഹാനിയ അവിടെ എത്തുന്നത്. അപ്പോൾ അതീവ സുരക്ഷയുള്ളൊരു മേഖലയിൽ കടന്നു കയറി ഒരു സ്ഫോടനമുണ്ടാക്കി അതിൻ്റെ ആ ഉത്തരവാദിത്വം ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ എടുത്താൽ തുടർന്നുള്ള അവിടെ നിന്ന് അതിൻ്റെ തെളിവ് നശിപ്പിക്കൽ അല്ലെങ്കിൽ അവിടെ നിന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ രക്ഷപ്പെടൽ അതെല്ലാം വലിയ തോതിൽ പ്രതിസന്ധിയിലാകും എന്ന ആശങ്കയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം. പിന്നെ സ്വാഭാവികമായും മറ്റു രാജ്യങ്ങളിൽ കടന്ന് ഇങ്ങനെ ആളുകളെ വകവരുത്തുന്നു എന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ചിലപ്പോൾ ഇതൊരു ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമായി ഉയർന്നേക്കാം. അപ്പോൾ ആ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുന്നതാണ് യുക്തിസഹമായ ഒരു രീതി എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നീട് ഈ ഘട്ടത്തിൽ അത് അദ്ദേഹം തുറന്നു പറയാൻ സന്നദ്ധമായത് കാരണം ഇസ്രായേലിന് ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ആക്രമണം നേരിടേണ്ടി വരുന്നു. ഗസയിൽ ഒരു വശത്ത് യുദ്ധം തുടരുന്നു, ലെബനിൽ യുദ്ധം തുടരുന്നു, അതേപോലെ തന്നെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് അറ്റാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അതിൽ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉപയോഗിക്കുക എന്നതിൻ്റെ ഭാഗമായി കൂടി ആയിരിക്കണം ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ. ഇത് ഇസ്മായിൽ ഹനിയയുടെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോൾ അവർ പറഞ്ഞ ആ പ്രയോഗം ഇങ്ങനെയാണ്: ഹനിയെ, സിൻവാറിനെ, ഹസൻ നസ്രുള്ളയെ ഇവരെയൊക്കെ ഞങ്ങൾ വകവരുത്തിയിട്ടുണ്ട്. ടെഹ്റാൻ, ഗാസ, ലെബനൻ എന്നിവിടങ്ങളിൽ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ സനയിൽ ചെയ്യും, അതുപോലെ ഞങ്ങൾ ഹൊദൈദയിലും ചെയ്യും എന്നാണ് കാറ്റ്സ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ മേഖലകളിലൊക്കെ തങ്ങൾക്ക് പിടിയുണ്ട് എന്ന് ഉറപ്പിക്കുക. അതുപോലെ നേതൃത്വത്തെ ഇപ്പോൾ ഹിസ്ബുള്ളയുടെയും ഗസയുടെയും നേതൃത്വത്തെ തങ്ങൾക്ക് വകവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹൂതികൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികളെ കൂടി ഭയപ്പെടുത്തുക, അതൊരു സൈക്കോളജിക്കലായ ഒരു അറ്റാക്ക് ഉണ്ടാക്കുക, അവരെ പ്രതിരോധത്തിലാക്കുക, ഒളിവിൽ പോകാൻ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ഒക്കെ നിർബന്ധിക്കുക തുടങ്ങിയ ആശയങ്ങൾ ഒക്കെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു പ്രയോഗമായിരിക്കും ഇത് നടന്നിരിക്കുന്നത്. ഏതായാലും അവർ ഒരു കാര്യം കൂടി പറയുന്നു. ഈ കാറ്റ്സിൻ്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഈ ഹൂതി ഭീകര സംഘടന ഇസ്രായേലിന് നേരെ ചില മിസൈൽ പ്രയോഗിക്കുമ്പോൾ അവരൊരു കാര്യം ഓർക്കണം: അവർക്കൊരു സന്ദേശം ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഹമാസിനെ പരാജയപ്പെടുത്തി, ഞങ്ങൾ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തി, ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു, ഉത്പാദന കേന്ദ്രങ്ങൾ ഞങ്ങൾ തൂത്തെറിഞ്ഞു, സിറിയയിൽ അസദ് ഭരണകൂടത്തെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്തു, തിന്മയുടെ അച്ചുചുണ്ടായ നിങ്ങൾക്ക് കനത്ത പ്രഹരം നൽകും എന്നാണ് പറയുന്നത്. കൂടാതെ യമനിലെ ഹുതി ഭീകര സംഘടനയ്ക്ക് ഞങ്ങൾ കനത്ത പ്രഹരം നൽകും എന്നും പറയുന്നു. അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കും. ഇതൊരു മുൻകരുതലായി മുന്നറിയിപ്പായി എടുക്കണം എന്നുള്ളൊരാവശ്യം. ഒരു സൈക്കോളജിക്കൽ അറ്റാക്കാണ് എന്ന കാര്യത്തിൽ സംശയം.